ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അല്പനേരത്തെ ദൈവചിന്തയ്ക്കായിട്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പാഠഭാഗത്തെ അനുസരിച്ചാണ് ഞാൻ അല്പനേരം നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊരു ഭാഗ്യം തന്ന വീണ്ടും ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ദൈവം ഒരുക്കി ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 8 മുതൽ 17 വരെയാണ് വായിച്ചത്. അതിലെ 10ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് പലവിധമായ സാഹചര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്താം. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ ജീവിതത്തിലും മനുഷ്യന്റെ ഓരോ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഭയപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ മനുഷ്യന്റെ ഭയവും, ഒന്നാമതായിട്ട് ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഭയവും ദൈവത്തിന്റെ വിശ്വാസവും എന്നുള്ളതാണ്. അതായത് പ്രിയരെ, നമ്മുടെയൊക്കെ ഭയം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു സാധാരണമായ അനുഭവമാണ്. ആരും ഭയമില്ലാത്തവരല്ല, ജീവിക്കുന്നില്ല. നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്കൊരു ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം നമ്മൾ പേടിക്കുന്നത്, അല്ലെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഫാമിലി പ്രോബ്ലംസ് ആകാം. ചില മാതാപിതാക്കൾ മക്കളെ ഓർത്ത് അവരുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടുന്നുണ്ട്. നമ്മൾ ജോലി നഷ്ടപ്പെട്ടിട്ട് ആശങ്കയിലായിരിക്കാം. നമ്മൾ പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ഭയങ്ങൾ വന്നു ചേരാം. ചിലർ നമ്മൾ ചിന്തിക്കും, നമുക്ക് ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആശങ്കകളും ഭയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പുറമെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പം ബ്രോക്കൺ ഡൗൺ ആയിരിക്കാം. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥകൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ടുണ്ടാകും. ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. എനിക്കറിയാം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനത്തെയൊക്കെ പേടികളും ഭയങ്ങളും ഒക്കെ നാളെയെ പറ്റിയിട്ടുണ്ട്. അവിടെ ഈ സമയത്താണ് കർത്താവ് നമ്മളോട് ഈ യെശയ്യാ പ്രവാചകൻ 41 അധ്യായത്തിന്റെ 10ാം വാക്യത്തിന്റെ തുടക്കത്തിൽ നമ്മളോട് കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രദ്ധിക്കുക, ദൈവം നമ്മോട് പറയുന്നത് ഞാൻ നിന്റെ പ്രശ്നം ഉടനെ മാറ്റി എന്നല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഗോഡ് പ്രസൻസ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്രോബ്ലം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. കുട്ടികൾ ഇരുട്ടിനെ പേടിക്കും, അല്ലെ? നമ്മൾക്കെല്ലാം അറിയാം. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ ഇരുട്ടിനെ പേടിക്കുന്നത്, അല്ലെ? നമ്മളുടെ മക്കൾ ഇന്ന് ഇരുട്ടിനെ പേടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ കുട്ടി രാത്രിയില് ഇരുട്ടിനെ ഭയപ്പെട്ടു. അവൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ഇരുട്ടിനെ ഇനി പേടിക്കേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇരുട്ട് മാറിയിട്ടില്ല, പക്ഷെ ഞാൻ നിന്റെ ഒപ്പമുണ്ട്. സോ നീ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ദൈവം നമ്മൾക്ക് ഈ വചനത്തിലൂടെ തുടക്കത്തിൽ തരുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഉടനെ നീക്കണമെന്നില്ല, പക്ഷെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം നമ്മെ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യത്തില് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കഥയാണ്. അതായത് ശിഷ്യന്മാര് കൊടുങ്കാറ്റില് അകപ്പെട്ടു. നമുക്കെല്ലാം അറിയാം. അതായത് യേശു ശിഷ്യന്മാരും പടകിൽ സഞ്ചരിച്ച ഒരു കഥ, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. പക്ഷേ യേശു അവരുടെ പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാറ്റും കോളും ഒക്കെ അവിടെ ശാന്തമായി എന്നാണ് ആ കഥയുടെ എൻഡിങ്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ
പടകാകുന്ന ജീവിതത്തില് നമ്മൾ എന്തൊക്കെ കാറ്റ് വന്നാലും, എന്തൊക്കെ കോള് വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൈവം നമ്മോട് ഒപ്പമുണ്ടെന്നാണ് ഈ വചനത്തിന്റെ തുടക്കം നമ്മളോട് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജീസസ് ഇൻ ദ ബോട്ട് മീൻസ് വി ആർ നോട്ട് അലോൺ അറ്റ് ദ സ്റ്റോം. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാകണം നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതിന്റെ തുടർന്ന് നമ്മൾ 41 അധ്യായം 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായ അടുത്ത വചനം കേട്ടോണേ. ഭയപ്പെടേണ്ട മാറ്റി വെച്ചിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം ദൂരത്ത് നിന്ന് നമ്മെ കാണുന്ന ഒരു ദൈവമെന്നല്ല അവിടെ പറയുന്നത്. ദൈവം ഇസ് വിത്ത് യു, വിത്ത് അസ് എന്നാണ് പറയുന്നത്. നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകാം കർത്താവ്. നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ വിജയത്തിൽ, പരാജയത്തിൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്തപ്പോൾ, നമ്മുടെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരാം, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം. എന്നാൽ ദൈവം അവിടെ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. അവിടെ സങ്കീർത്തനം 23 4 അധ്യായത്തില് വളരെ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ആ സങ്കീർത്തനത്തില് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അതിന്റെ തുടർന്നുള്ള വാക്കാണ് ഏറ്റവും മനോഹരം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന്. അതായത് നമ്മൾ മരണത്തിന്റെ നിഴലിൽ കൂടി നടന്നു പോയാൽ പോലും നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമെന്നാണ്. അതാണ് ഒരു ക്രിസ്ത്യൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, ഈ ഭയത്തെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഭയത്തെ നമുക്ക് എങ്ങനെ വിശ്വാസം കൊണ്ട് ജയിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ തളർത്തും. അതായത് ഫിയർ സേസ് യു കനോട്ട്, ബട്ട് ഫെയ്ത്ത് സേസ് ഗോഡ് ക്യാൻ. പേടി നമ്മളോട്, നമ്മുടെ മനസ്സിനോട് പറയും, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ച് നമ്മൾക്കുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുവാനായിട്ട് സാധിക്കും. വീണ്ടും പറയുകയാണ്, ഫിയർ സേസ് there is no way, but faith says God will make a way. പേടി നമ്മളോട് പറയും, ഓക്കെ, നിന്റെ വാതിലുകൾ അടഞ്ഞുപോയി, നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ദൈവവിശ്വാസം നമ്മളോട് പറയും, ദൈവം നമുക്കായി വഴിയൊരുക്കും. ഭയം നമ്മളെ പല കാര്യത്തിൽ നിന്നും പിന്നോട്ട് വലിക്കും, പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും. 2 തിമോത്തിയോസ് 1 അധ്യായം 7 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് തരുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായം നമ്മൾക്ക് സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് വായിക്കണം. അതായത് മോശ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ സൈന്യത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുകയാണ്. ഓക്കെ, അപ്പം അവിടെ എത്തി, ചെങ്കടലിന്റെ മുന്നിലെത്തി. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം, ഇടത്തും വലത്തും രക്ഷപ്പെടാൻ മാർഗമില്ല. അവിടെ ജനങ്ങൾ ഭയപ്പെട്ടു. എന്നാൽ മോശ അവരോട് പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്തു തരുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അത് പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 13 വാക്യത്തിലാണത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്തു തരുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. ഗോഡ് മെയ്ഡ് എ വേ where there was no way. കടൽ പിളർന്നു, അവർക്ക് വഴി തുറന്നു, ഇസ്രായേൽ മക്കൾ അക്കരെ എത്തി എന്നാണ് ആ കഥ നമ്മളെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു ചെങ്കടൽ അനുഭവം ഉണ്ടാകാം. നമുക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു എൻഡിൽ നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. എവിടെ പോകുമെന്നറിയത്തില്ല, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമെന്നറിയത്തില്ല എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തില് പക്ഷേ നമ്മൾ അവിടെ ഓർക്കേണ്ട
ഒരു കാര്യമാണ്. when you see no way, God can make a way. ഞാൻ വേറൊരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 19 വാക്യത്തിൽ ഒരു വലിയ വചനമാണ്. പക്ഷെ അവിടുന്ന് ഒരു കീ പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, മരുഭൂമിയിൽ ഞാൻ വഴിയുണ്ടാക്കാം. ചെങ്കടൽ പിളർത്തിയ ദൈവം മരുഭൂമിയിൽ വഴിയുണ്ടാക്കുമെന്ന് ബൈബിളിലൂടെ കാണിച്ചു തന്ന ദൈവം നമ്മളുടെ പ്രയാസത്തിലും പ്രശ്നത്തിലും അടിയുറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ദൈവം അവിടെ ഒരു വഴിയൊരുക്കി തരും. അടുത്തതായിട്ട്, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-10 തുടക്കം നമ്മളിപ്പോ ശ്രദ്ധിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അതായത് അടുത്ത ഭാഗമാണ്, ദൈവം നമ്മെ ശക്തീകരിക്കും. ദൈവം നമ്മളെ ശക്തീകരിക്കും. തുടർന്ന് പറയുകയാണ്, ദൈവം ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. എത്ര മനോഹരമായ ഒരു പ്രോമിസാ ദൈവം അവിടെ നമ്മൾക്ക് തരുന്നത്. നമുക്കൊക്കെ മനസ്സിന് ഒരു സ്ട്രെങ്ത് ഒക്കെ പരിമിതമാണ്. നമുക്ക് സാമ്പത്തികം, അതായത് ഫിനാൻഷ്യലി നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം പല കാര്യങ്ങൾക്കും. അല്ലെങ്കിൽ മനുഷ്യന് നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾ ഫിനാൻഷ്യലി ക്രൈസിസ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന് നമ്മളെ സഹായിച്ച് ഇതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നെ സഹായിച്ച് ഇതിൽ നിന്ന് എനിക്കൊക്കെ രക്ഷ നേടാമെന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാകാം. എന്നാൽ God's strength is unlimited ആണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിന്റെ 29 വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു, അവൻ ക്ഷീണിച്ചവന് ശക്തി കൊടുക്കുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ നാം പറയാറുണ്ട്, എനിക്ക് ഇത് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം പറയുന്നു, എന്നിൽ ആശ്രയിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 13 വാക്യം നമ്മൾക്കെല്ലാം ബൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു വേഴ്സസ് ആണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് എല്ലാം ചെയ്യാം എന്നല്ല. ഇറ്റ് മീൻസ് ക്രൈസ്റ്റ് give us strength to face what comes on our way. ഒരു ചെറിയ കഥ ഞാൻ പറയുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അയാൾ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഒരു കടൽ തീരത്തുകൂടെ അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു. തന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മണൽപ്പുറത്ത് അദ്ദേഹത്തിന് 2 പേർ കാൽപാദങ്ങൾ, ഫുട് പ്രിന്റ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെതും, മറ്റേത് ദൈവത്തിൻ്റെയുമാണെന്ന് വിശ്വസിച്ചു. പക്ഷെ തുടർന്ന് അയാൾ കണ്ടത്, അയാളുടെ ജീവിതത്തില് വളരെ പ്രയാസമുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഒരു പേർ ഫുട് പ്രിന്റ് മാത്രമല്ല, ഒരു പേർ, അതായത് ഒരു ജോഡി കാൽപാദങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്റെ നല്ല ഘട്ടങ്ങളിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ പ്രയാസ ഘട്ടങ്ങളിൽ ഞാൻ ആരെയും കണ്ടില്ല. അപ്പോൾ കർത്താവ് ഈ മകനോട് പറയുകയാണ്, ഈ സമയത്ത് നീ ഒറ്റയ്ക്കായിരുന്നില്ല, നീ കണ്ട ആ കാൽപ്പാട് എന്റേതായിരുന്നു. അതായത് ഞാൻ നിന്നെ എടുത്തുകൊണ്ടാണ് നടന്നത്. പ്രിയരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-10 വാക്യത്തിന്റെ തുടർന്ന് വായിച്ചത് ഞാൻ പറഞ്ഞാണ്, ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ കാലുകൾ നടക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ താങ്ങും. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ അവൻ നമ്മെ താങ്ങും. നമ്മുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ അവൻ നമ്മെ താങ്ങും. when you cannot hold on to God, remember that God is still holding on to you. അതിന്റെ ഏറ്റവും അവസാനം, ആ വചനത്തിന്റെ ഏറ്റവും അവസാനം പറയുന്നത്, ദൈവത്തിന്റെ വലം കൈ നമ്മെ താങ്ങുന്നു. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വലം കൈ എന്നത് നമ്മുടെ 2 ഹാൻഡ്സ് എടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റിനേക്കാളും ഇച്ചിരിയുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഹാൻഡ് അല്ലെ. വലം കൈ എന്ന് പറയുന്നത് ശക്തിയുടെയും അധികാരത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. നമ്മൾ ഓടിപ്പോയി ഇടത്ത് കൈ കൊണ്ടല്ല ഒരാളെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കാൻ പോകും, നമ്മൾ വലത്ത് കൈ കൊണ്ട്
കൂടുതലും അല്ലെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തോ ഒരു അധികാരത്തിന്റെ എന്തോ ഒരു കാര്യം പറയുമ്പോഴും നമ്മൾ വലത്ത് കൈയെടുത്ത് സംസാരിക്കുന്നു. അപ്പം സങ്കീർത്തനക്കാരൻ 37 അധ്യായത്തിൽ 24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ വീണാലും മുഴുവനായി തകർന്നു പോകുകയില്ല, യഹോവ അവന്റെ കൈ പിടിച്ച് താങ്ങുന്നു എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ ഒരു വാക്കാണ് അല്ലെ. നാം വീഴാം, പക്ഷെ ഗോഡ് ക്യാൻ ലിഫ്റ്റ് യു അപ്പ്. നമ്മൾ വീണു പോകാം, പക്ഷെ ദൈവം നമ്മെ താങ്ങി ഉയർത്തിക്കൊള്ളും എന്നാണ് പറയുന്നത്. നമ്മൾ തളർന്നു പോകാം, പക്ഷെ ഗോഡ് ക്യാൻ സ്ട്രെങ്തൻ അസ്. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ ഓർത്ത്, പക്ഷെ ഗോഡ് ക്യാൻ കംഫർട്ട് യു. വഴി തെറ്റിപ്പോകാം, പക്ഷെ ഗോഡ് ക്യാൻ ലീഡ് us ബാക്ക്. നമുക്ക് ഒരു ചെറിയ കഥയോടെ പറയുകയാണ്. നമ്മളുടെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 22 23 വാക്യങ്ങള് നമ്മൾക്ക് ആ വചനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും പരിചിതമായ കഥയാണ്. പത്രോസ് വെള്ളത്തിന്മേൽ യേശു നടന്ന കഥ. അതായത് ആദ്യത്തേതിൽ പത്രോസ് വെള്ളത്തിൽ കൂടെ നടന്നപ്പോൾ പത്രോസ് ആദ്യം യേശുവിനെ നോക്കി. അപ്പോ മുങ്ങിത്താന്നില്ല, വെള്ളത്തിന്റെ മുകളിൽ കൂടെ പത്രോസിന് നടക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസിന്റെ ആ മുഖം യേശുവിൽ നിന്ന് മാറ്റി അവിടെ വീശിയ കാറ്റിനെയും കോളിനെയും ഒക്കെ നോക്കി തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴുവാനായിട്ട് പോയി. അതാണ് ദൈവം നമ്മളോട് ഒരു മോറൽ അവിടെ നിന്ന് പറയുകയാണ്. അതായത് ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ പത്രോസിന് വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാൻ പറ്റി. എന്നാൽ ദൈവത്തിൽ നിന്ന് കണ്ണ് മാറ്റിയപ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങിത്താന്നു. എന്നിട്ട് പത്രോസ് എന്താണ് പറഞ്ഞത്? കർത്താവെ, എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവിടെ കർത്താവ് എന്താ ചെയ്തത്? നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ നമുക്ക് നല്ലത് വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ നോക്കണം. നമ്മുടെ പ്രയാസത്തില് ദൈവം നമ്മളെ കൈവിട്ടില്ല. അതിന്റെ തുടർന്ന് ഇങ്ങനെയാണ്, യേശു ഉടനെ കൈ നീട്ടി പത്രോസിനെ അവനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വലിയ ലെസൺ ഉണ്ട്. അതായത് when Peter looked at Jesus, he walked by faith. When Peter looked at the storm, he began to sing. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് വേണ്ടത്. പ്രശ്നത്തെ മാത്രം നോക്കിയാൽ നമ്മുടെ ഭയം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ബട്ട് when we fix our eyes on Jesus, faith become stronger ആകും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:2 ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ കൊടുങ്കാറ്റിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ദൈവത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ അവസാനം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള യേശുവിന്റെ വാഗ്ദാനം യേശു തന്റെ ശിഷ്യന്മാരോട് അവസാന നാളുകളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. മാത്യു ചാപ്റ്റർ 28:20 ആണ് അത്, ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം സന്തോഷത്തിന്റെ ദിവസമാകാം, ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കാം. ദുഃഖത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കാം. നമ്മുടെ വിജയത്തിൽ, പരാജയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, അനാരോഗ്യത്തിൽ ഒക്കെ ദൈവം നമ്മോട് കൂടെയുണ്ട്. God is not only the God of our good days, he is also the good God of our difficult days. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ജീവിത സാക്ഷ്യം നമ്മൾ മാതൃകയാക്കണം. അത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നു, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അവൻ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ കരഞ്ഞ് ദൈവത്തോട്, നിരാശനായ ദൈവത്തോട്, കർത്താവേ നീ എവിടെയാണ് എന്ന് വരുമ്പോൾ നമ്മൾ ഈ വചനം ഓർക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള തുടക്കം തന്നെ നമ്മൾക്ക് ഒരു ജീവിതം തരും. പ്രശ്നം എന്നിട്ട് മാറിയില്ല എങ്കിൽ അതുപോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശക്തി ദൈവം നമ്മൾക്ക് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ കൂടെ തരികയാണ്. പ്രിയരെ, ദൈവവചനം നമ്മളൊക്കെ എന്നും പള്ളിയിൽ പോകും. ദൈവവചനം കേൾക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുക, നമ്മളത് പ്രാവർത്തികമാക്കുക, അത് ഗ്രഹിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോടുള്ള ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ
ഏറ്റവും ജാഗരൂപരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അത് ഒരു വേർഡാണെങ്കിലും അത് നമ്മൾ ഗ്രഹിച്ചു വഹിക്കുവാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ആരാധനയിൽ വന്നു ചേരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദൈവത്തിൽ അങ്ങനെ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ ഭയം ദൈവത്തോട് പറയുക, നമ്മുടെ ഭാരങ്ങൾ അവന്റെ കാൽപാദത്തിൽ ഇട്ടുകൊള്ളുക. 1 പത്രോസ് 5:7 പറയുന്നത് പോലെ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്നാണ്. എത്ര ഭംഗിയായിട്ടാ പറയുന്നത്. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങൾക്കായി കരുതുന്നു. എത്ര മനോഹരമാണ് അല്ലെ? നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നു, നമ്മളുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു, നമ്മളുടെ വേദന ദൈവം അറിയുന്നു, നമ്മളുടെ ഭാവി ദൈവത്തിന്റെ കരകിലാണ്. ഇന്ന് നമുക്ക് അതുകൊണ്ട് എന്ത് കാര്യം ആണ് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് 4 കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്നാമതായിട്ട്, പേടിയേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുക. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയണം, ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രോബ്ലംസിനേക്കാൾ നമ്മൾ ഒരു പ്രോമിസിലേക്ക് നോക്കുക. കാരണം പ്രശ്നങ്ങൾ വലുതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പ്രോമിസ് അത് നമ്മൾ മനസ്സിൽ നടക്കുക. നമ്മൾ ഒറ്റപ്പെടാൻ പല കാര്യങ്ങളും, അവിടെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുക. ഒറ്റയ്ക്കാണ് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക, ഗോഡ് ഈസ് വിത്ത് മീ. നാലാമതായി, നാളെക്കുറിച്ച് നമ്മൾ വിഷമിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 6:34 മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 34 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നാളെക്കുറിച്ച് നീ വിചാരപ്പെട്. നാളെ ദൈവത്തിന്റെ കയ്യിലാണ്. പ്രിയ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുമേ, നാം ഇന്ന് ഒരു സത്യം ഹൃദയത്തിൽ ഇന്നു മുതൽ ഉറപ്പിക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കണ്ണുനീരുണ്ടാകാം, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ചെങ്കടൽ പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ അവിടെ നമ്മൾ ഇനി മുതൽ ഈ വചനം ഓർക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, തളരേണ്ട, നിരാശപ്പെടേണ്ട, ഒറ്റപ്പെടേണ്ട. നമ്മുടെ മുമ്പിൽ വഴി കാണാത്തപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവം നമുക്ക് വഴിയൊരുക്കി തരും. നമ്മുടെ ശക്തി തീരുമ്പോൾ ദൈവം നമ്മൾക്ക് ശക്തി തരും. നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. നമുക്ക് നടക്കാൻ കഴിയാത്തപ്പോൾ ദൈവം നമ്മളെ കൂടെ നടക്കുമെന്നല്ല, നമ്മളെ താങ്ങി നടത്തും, അവന്റെ കൈകളിൽ താങ്ങി നടത്തും. അതിനാൽ നമുക്ക് ഇന്നു മുതൽ ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനക്കാരൻ 56-ാം അധ്യായത്തെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളുകളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഈ വിശ്വാസത്തോടെ നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഈ വചനത്തിലൂടെ ഞാൻ അതാണ് നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിച്ചത്. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.